അമ്മ ഭയങ്കര തിരക്കിലാണല്ലോ. സാധനം എല്ലാം കിട്ടിയോ? എല്ലാം കിട്ടി. എല്ലാം കിട്ടി. ആദ്യമായിട്ടാണ് ഈ പുത്തനും കണ്ടത് സാധനം എടുക്കാൻ ഞാൻ വരണത്. ഇതുവരെ വന്നിട്ടില്ല. ഒരുപാട് വിലക്കുറവും സബ്സിഡിയും ഐറ്റംസും ഒക്കെ നല്ല ഒരു പ്രത്യേകത തോന്നുന്നുണ്ട്. മാറ്റമുണ്ട്. ഈ ഫെയറിന് നല്ല മാറ്റമുണ്ട്. അത് ഇത്രയും ഭംഗിയായിട്ട് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. വിലയുടെ കാര്യം എങ്ങനെയാ? വില അതുപോലെ തന്നെ നല്ല കുറവുണ്ട്. റേഷൻ കാർഡ് ഏത് റേഷൻ കാർഡായാലും ഇവിടെ ഒരു കണക്കാണ്. ഇപ്പൊ BPL, APL, റേഷൻ കാർഡ് കൊണ്ടുവന്നാൽ ഈ 13 ഐറ്റം സബ്സിഡി നമുക്ക് കിട്ടും. റേഷൻ കാർഡ് ഇല്ലാതെ വന്നാലും നമുക്ക് ഈ പിന്നെ ഓഫർ എല്ലാം എല്ലാവർക്കും ഒരു കണക്ക് തന്നെ ബാധകം. ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. എല്ലാ കാർഡിനും സെയിം ഓഫറാണ്. എന്തായാലും മലയാളികൾക്ക് ഇത്തവണത്തെ ഓണം ആഘോഷിക്കാൻ ഇവിടെ വലിയൊരു അവസരമാണ്. ഉറപ്പായിട്ടും എല്ലാ വർഷവും നമ്മൾ ഫെയർ എടുക്കുന്നുണ്ട്. പക്ഷെ ഇത്തവണ കുറച്ചുകൂടി വിപുലീകരിച്ച് AC ഒക്കെ വെച്ച് കുറച്ചുകൂടെ ഒക്കെ നന്നായിട്ട് വളരെ സ്പേഷ്യസ് ആയിട്ട് നമ്മളിത് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കൊരു നമസ്കാരം. അങ്ങനെ ഇത്തവണത്തെ ഓണാഘോഷവും മലയാളികൾ തുടങ്ങിക്കഴിഞ്ഞു. ഓരോ തവണത്തെ ഓണാഘോഷത്തിലും മലയാളികൾ ആഘോഷം എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിലുള്ള വിലക്കയറ്റമാണ്. ഈ തവണയും സ്വാഭാവികമായിട്ട് ആ വിലക്കയറ്റമുണ്ട്. സാധാരണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയൊരു സർക്കാർ കൂടെ അധികാരത്തിൽ വന്നിരിക്കുന്ന സമയത്ത് മലയാളികൾ എങ്ങനെയാണ് 2026 ഓണം ആഘോഷിക്കുന്നത് എന്നത് നമുക്ക് നേരിട്ടറിയാം. എന്തായാലും മലയാളികൾക്ക് വിലക്കയറ്റം ഒരു പ്രശ്നമാണ് എന്ന് പറയുമ്പോഴും ഒരു ആശ്വാസമാകുന്ന ഒന്നാണ് സപ്ലൈകോയുടെ ഇത്തരം മേളകൾ. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് പുത്തരിക്കടത്ത് സംഘടിപ്പിച്ചിട്ടുള്ള സപ്ലൈകോയുടെ മേളയിലാണ്. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതികൾ, അതിനെ എങ്ങനെയാണ് ജനങ്ങൾ ഏറ്റെടുക്കുന്നത്, അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. സാധാരണത്തിൽ നിന്ന് വില കുറവുണ്ട്. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഫെസ്റ്റ്? ഇപ്പൊ തുടങ്ങിയതല്ലേ ഉള്ളു, അതുകൊണ്ട് പെട്ടെന്ന് അറിയാവുന്നില്ല. ഇത് ലാഭമാണ് ആൾക്കാർക്ക്. എവിടെ വരെ എത്തി ഓണം? തുടങ്ങിയിട്ടില്ല. അതപ്പാ 2-3 ആയാലും ഈ പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ ഓണാവും. ചേച്ചി എങ്ങനെയുണ്ട് ഓണം? എവിടെ വരെ എത്തി? ഓണം എത്തിയല്ലേ. എങ്ങനെയുണ്ട് ഇവിടെ സാധനങ്ങളൊക്കെ ഉണ്ടോ? സാധനങ്ങളൊക്കെ ഉണ്ട്. സപ്ലൈകോന്റെ ഈ ഒരു ഫെസ്റ്റ് അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമുക്കൊരു ആശ്വാസമാണോ മലയാളികൾക്ക്? ചേച്ചി എന്താ പറയാനുള്ളത്? ആശ്വാസമാണ്. എപ്പോഴും വരാറുണ്ടോ? എല്ലാ വർഷവും വരാറില്ല? എല്ലാ വർഷം വരും. എല്ലാ വർഷവും. ഇത്തവണ എന്തെങ്കിലും മാറ്റമുള്ളതായിരുന്നു? ഇത് ഞങ്ങൾ എടുക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. എടുത്തിട്ടേക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. അടിപൊളി. അടിപൊളി. സപ്ലൈകോല എല്ലാ തവണ വരാറുണ്ടോ? എല്ലാ വർഷവും വരാം. എന്തുണ്ട് ഇത്തവണത്തെ ഒരു മാറ്റം? ഒരുപാട് വിലക്കുറവും സബ്സിഡിയും ഐറ്റംസും ഒക്കെ നല്ല ഒരു പ്രത്യേകത തോന്നുന്നുണ്ട്. എല്ലാ വർഷത്തേക്കാളും നല്ല ആശ്വാസമാണ്. ആശ്വാസമാണ്. എന്താണ് ഈ എഴുതുന്നത്? കൂപ്പൺ പൂരിപ്പിക്കാൻ. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഫെസ്റ്റ്? അത് അടിപൊളിയായിട്ടുണ്ട്. വിലയൊക്കെ കുറവുണ്ടോ? വില എല്ലാ തവണയും വരുന്നോ? എല്ലാ തവണയും വരും. എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ ഇത്തവണ? പുതിയ സർക്കാരാണ്. പുതിയ നല്ല മാറ്റമുണ്ട്. ഈ ഫെയറിന് നല്ല മാറ്റമുണ്ട്. അത് ഇത്രയും ഭംഗിയായിട്ട് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. വിലയുടെ കാര്യം എങ്ങനെയാ? വില അതുപോലെ തന്നെ നല്ല കുറവുണ്ടല്ലോ. ആശ്വാസമാണ്. ഇനി ഒരു ഭാഗ്യ പരീക്ഷണം കൂടെ ശ്രമിക്കാം. അതെ. ഓക്കെ. ചേച്ചി വേണ്ട. ഇവിടുത്തെ കൊള്ളാം. കൊള്ളാം. മാറ്റമുണ്ടോ? മാറ്റമൊക്കെ ഉണ്ട്. വിലക്കുറവ് ആശ്വാസമാണോ? വില കുറവോ? സാധാരണ എങ്ങനെയാണോ വരാറെല്ലാം? സാധാരണ ജോലിയൊക്കെ തന്നെ മുമ്പൊക്കെ വരുന്നതൊക്കെ. അപ്പൊ ഇത്തവണ വലിയൊരു ആശ്വാസം. മാറ്റമുണ്ടോ? ഇത് പുതിയൊരു സർക്കാർ കൂടെ. മാറ്റമുണ്ട് കേട്ടാ. മാറ്റമുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞിട്ടെങ്കിൽ പോലെ അല്ല ഇപ്പോഴും. നല്ല മാറ്റമുണ്ട്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട് ഇതുവരെയുള്ള തിരക്കും കാര്യങ്ങളും? നല്ല തിരക്കായി തുടങ്ങി. ഇന്ന് മുതൽ തിരക്കായി തുടങ്ങി. ഇന്നലെ വരെ ഈ ഒരു തിരക്കില്ലായിരുന്നു. ചിങ്ങ ഇന്നലെ 1-ാം തീയതി ആയിരുന്നു. 1-ാം തീയതി മുതൽ നമുക്ക് തിരക്ക് കുറവായിരിക്കും. കർക്കിടകമായിരുന്നു. ചിങ്ങ 2 ഇന്ന് നല്ല തിരക്കുണ്ട്. നിന്ന് തിരിയാൻ ഒരു ഇതില്ല. തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം? ഇനിയിപ്പം സ്ഥിരം വരുന്നവർക്ക് ഏകദേശം മനസ്സിലായി കാണും. ഇനി പുതിയതായിട്ട് വരുന്നവർ ഇവിടെ നമ്മുടെ സപ്ലൈകോലെ പോലെ തന്നെയാണ്. നമ്മുടെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളെ പോലെ നമുക്ക് എല്ലാ സാധനങ്ങളും 13 ഐറ്റത്തോളം സബ്സിഡി ഉണ്ട്. അതായത് പുറത്തെ കാലം നല്ലൊരു 30-40% വിലക്കുറവിൽ സബ്സിഡി സാധനങ്ങൾ 13 ഐറ്റം ഉണ്ട്. അതുകൂടാതെ ഇവിടെ ഇരിക്കുന്ന എല്ലാ 80-85% സാധനങ്ങൾക്ക് നല്ലൊരു ഓഫർ കൊടുക്കുന്നുണ്ട്. കോംബോ ഐറ്റംസ് ഉണ്ട്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ അങ്ങനെ ബ്രാൻഡഡ് പ്രോഡക്ട്സ് എല്ലാത്തിനും നല്ല രീതിയിലൊരു ഓഫർ ഒരു 15 മുതൽ 50% വരെ. യൂണിബിക്കിന്റെ ബിസ്ക്കറ്റിനൊക്കെ 60% വരെയൊക്കെ
ഡിസ്കൗണ്ട് ഇട്ടാണ് അതൊക്കെ ഒരു ഓഫർ ഇട്ടാണ് ഇപ്പം നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് ഓണസെയിൽ. എല്ലാ പുറത്തുനിന്ന് വിപണികളെക്കാളും നല്ല രീതിക്ക് വില കുറച്ചാണ് നമ്മളിവിടെ കൊടുത്തോണ്ടിരിക്കുന്നത്. റേഷൻ കാർഡ് റേഷൻ കാർഡ് ഏത് റേഷൻ കാർഡായാലും ഇവിടെ ഒരേ കണക്കാണ്. ഇപ്പൊ ഇങ്ങനെ BPL APL റേഷൻ കാർഡ് കൊണ്ടുവന്നാൽ ഈ 13 ഐറ്റം സബ്സിഡി നമുക്ക് കിട്ടും. റേഷൻ കാർഡ് ഇല്ലാതെ വന്നാലും നമുക്ക് ഈ പിന്നെ ഓഫർ എല്ലാം എല്ലാവർക്കും ഒരേ കണക്ക് തന്നെ ബാധകം. ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. എല്ലാ കാർഡിനും സെയിം ഓഫറാണ്. എന്തായാലും മലയാളികൾക്ക് ഇത്തവണത്തെ ഓണം ആഘോഷിക്കാൻ ഇവിടെ വലിയൊരു അവസരമാണ്. ഉറപ്പായിട്ടും എല്ലാ വർഷവും നമ്മൾ ഫെയർ എടുക്കുന്നുണ്ട്. പക്ഷെ ഇത്തവണ കുറച്ചുകൂടി വിപുലീകരിച്ച് AC ഒക്കെ വെച്ച് കുറച്ചുകൂടെ ഒക്കെ നന്നായിട്ട് വളരെ സ്പേഷ്യസ് ആയിട്ട് നമ്മളിത് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഒരു സഫക്കേഷൻ ഇല്ലാന്ന് തോന്നുന്നുണ്ടോ ഇപ്പൊ? ഒരു സഫോക്കേഷനും ഇല്ല. കഴിഞ്ഞൊക്കെ നമ്മൾ കുറച്ച് ചൂടത്തൊക്കെ നല്ല ചൂടായിരുന്നു. അപ്പൊ ഇത്തവണ അത് പ്രത്യേകമായിട്ട് പറഞ്ഞ് AC ആക്കിയതാണ്. അപ്പൊ അങ്ങനെ വളരെ സന്തോഷമുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള ചൂടൊക്കെ ഉള്ള ഒരു സമയത്ത് ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, വരുന്ന ഉപഭോക്താക്കൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു ഫെസ്റ്റ് തന്നെയാണ് ഇത്തവണ ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. എന്തായാലും മലയാളികൾ ഓരോരുത്തരും അവരുടെ ഓണാഘോഷ തിരക്കിലാണ്. അതിനുവേണ്ടി സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. വലിയ തിരക്ക്. ഇപ്പോൾ സമയം ഏകദേശം ഒരു ഉച്ച സമയമാണ്. ആ സമയത്ത് പോലും ഇവിടെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, സാധനങ്ങൾ വാങ്ങി പോകുന്നുണ്ട്. അതിനിടയിൽ ചില ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള സമ്മാന കൂപ്പണുകളുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ഓണം ആഘോഷിക്കാൻ ഇത്തവണ സപ്ലൈകോയും കൂടെ ചേർന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഫെസ്റ്റ്? കുഴപ്പമില്ല. വിലക്കുറവുണ്ടോ? മാറ്റമുണ്ടോ? എല്ലാ തവണയും വരുന്നതാണോ? വരാറുണ്ട്. കുഴപ്പമില്ല. എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? അല്ല, ഫെസ്റ്റിന് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? ഇല്ല. കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു 1.5 മണിക്കൂർ കഷ്ടപ്പാട്.